ഹായ് ഫ്രണ്ട്സ്, ഇത് കോഴിക്കോടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ബഹാസ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടോയാണ്. ഡ്രിഫ്റ്റ് സ്കൂട്ടർ എന്നാണ് ഈ ടോയുടെ പേര്. ഓൺലൈനിൽ ഈ വണ്ടിക്ക് ഏകദേശം 35,000-36,000 രൂപയോളം വില വരുന്നുണ്ട്. ഇതിന് വരുന്നത് ഹബ്ബ് മോട്ടറാണ്, 36 വോൾട്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ കുറേ നാളുകളായി ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അയച്ചു തന്നെ തന്നിട്ട് മാസങ്ങളായി. ഈ ഒരു വണ്ടിയുടെ വർക്കൊന്നും ഞാൻ ചെയ്യുന്നതല്ല, കാരണം ഇതിൻ്റെ ഹബ്ബ് മോട്ടറിനൊക്കെ 7,000-8,000 രൂപയൊക്കെ വില വരുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ നല്ല വിലയാണ് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഹബ്ബ് മോട്ടർ. ഇത് കത്തിപ്പോയിട്ടുണ്ട്, അതിൻ്റെ കോയിൽ കത്തിപ്പോയതാണ്. അപ്പോൾ അത് സോൾഡർ ചെയ്താലൊന്നും നിൽക്കത്തില്ല. പിന്നെ അതിൻ്റെ കൺട്രോളർ യൂണിറ്റ് പോയിട്ടുണ്ട്, ബാറ്ററിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം റീപ്ലേസ് ചെയ്ത് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അയച്ചു തന്ന കണ്ടീഷനിൽ തന്നെ തിരിച്ചയക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ ബഹാസിനോട് പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ചയക്കരുത്, അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് റണ്ണിങ് ആക്കി തരണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ബാക്കിൽ ആ റൊട്ടേറ്റിംഗ് വീലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ 12 വോൾട്ടിൻ്റെ ഗിയർ ബോക്സ് മോട്ടർ കയറ്റുകയാണ്. വില കൂടിയ വണ്ടികളിലൊക്കെ വരുന്ന ഷോക്ക് അബ്സർവർ മെക്കാനിസം ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രണ്ട് വീലിൻ്റെ അകത്തൊക്കെ ബോൾ ബയറിംഗ് ഒക്കെ കയറ്റിയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട് വീലിൻ്റെ ഡയമീറ്റർ ഹബ്ബ് മോട്ടറിനേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ വെൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നു. 12 വോൾട്ടിൻ്റെ 12,000 RPMൻ്റെ 2 ഗിയർ ബോക്സ് മോട്ടറുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ മോട്ടർ ഫിക്സ് ചെയ്യാനുള്ള മെക്കാനിസവും ആക്സിലും എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. സാധാരണ പെഡൽ സൈക്കിളിൻ്റെ റബ്ബർ വീലിൻ്റെ അകത്ത് ഹബ്ബെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബാക്കിലെ വീലുകൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല സ്ട്രെയിനുള്ള വർക്കായിരുന്നു. കാരണം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ അത് ചെയ്തെടുത്തില്ലെന്നുണ്ടെങ്കിൽ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീല് അലൈൻമെൻറ്റിൽ കറങ്ങത്തില്ല. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് മ്യൂസിക് ബോർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. സ്ക്വയർ ടൈപ്പ് ചെറിയ മ്യൂസിക് ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് സൗണ്ടും ഹോൺ സ്വിച്ചും എല്ലാം അതിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഡ്രില്ല് വെച്ച് ഇതുപോലെ കറക്റ്റ് ഡയമീറ്റർ തുളച്ചിട്ടാണ് നമ്മൾ ആ LED സെറ്റ് ചെയ്തേക്കുന്നത്. പുതിയ സ്പീക്കറും കീ സെറ്റും എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ACPയുടെ ഷീറ്റും അലൂമിനിയത്തിൻ്റെ ഷീറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബാറ്ററി കേസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു വിജാഗിരിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാറ്ററി കേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള മദർ ബോർഡൊക്കെയാണ് ഇതിന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫുൾ വയറിംഗ് കിറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ്ഡ് ടയറൊക്കെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് ഗ്രിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വന്നു. ഡ്രിഫ്റ്റ് സ്കൂട്ടർ ചൈന ഇറക്കിയതാണെങ്കിലും ഈ ഒരു വണ്ടി ഈ രീതിയിലേക്ക് മോഡിഫൈ ചെയ്തേക്കുന്നത് നമ്മുടെ ഐഡിയ ആയതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പവറിൽ വണ്ടി ഓടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ ബഹാസിന് കൊറിയർ ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളും ഇത് ഓടിച്ച് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്